എത്രേ? 80. ചേട്ടാ ബാലൻസ്. ആ ശരി. എടാ, അതെല്ലാം കമലിനും പോലീസുകാരോട് അരിച്ചു പറക്കി നോക്കിയതാ. ഇല്ലെങ്കിൽ മറ്റെവിടെങ്കിലും വെച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ട്. എടാ, ഈ ഇല്ലാത്ത സാധനം നമ്മൾ എങ്ങനെയാണ് ഉണ്ടാക്കി കൊടുക്കുന്നേ? അല്ലച്ചാ, അതെ അച്ഛനെ. അല്ല, അച്ഛൻ സ്റ്റേഷനിൽ വെച്ച് സ്വർണ്ണം എവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അച്ഛൻ സ്റ്റേഷനിൽ വെച്ചിട്ടേ സ്വർണ്ണം എവിടെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? ഇല്ലേ? ഞാൻ പറഞ്ഞ അങ്ങനെ വരാൻ വഴിയില്ലല്ലേ? അച്ഛൻ പറഞ്ഞത് അച്ഛൻ ഓർത്തു നോക്ക്. അങ്ങനെ ഞാൻ എപ്പോഴാ പറഞ്ഞേ? എന്റെ രാഘവേട്ടൻ പറഞ്ഞു, ഞാൻ കേട്ടതാ. അച്ഛാ, അങ്ങനെ എന്തെങ്കിലും വിചാരിച്ചൊന്ന് ഓർത്തു നോക്കിയേ. ഇവിടെ എവിടെയെങ്കിലും ഇരിക്കണ്ടാവും. ഒന്ന് ഓർത്തു നോക്ക് അച്ഛാ. അല്ല, ഞാനിപ്പം പറഞ്ഞത്. എനിക്ക് ആ പെങ്കുച്ചന്റെ കാര്യത്തിൽ വലിയ സങ്കടമുണ്ട്. ഇതെല്ലാം കൂടി വീണ്ടും നമ്മുടെ തലയിൽ തന്നെ വന്നല്ലോ എന്ന് ആലോചിക്കുമ്പോഴാ. അമ്മ, ഞാൻ അറിഞ്ഞല്ലേ ഇതൊന്നും. ഇതെല്ലാം കൂടി അനുഭവിക്കാൻ ഞാൻ എന്ത് പാവാ ചെയ്തേ? രാത്രി വഴിപ്പെട്ടു പോയവരൊന്ന് സഹായിച്ചു. അത് ഈ ജീവിതത്തിൽ ഇത്രയും വലിയ കുരുക്കായി മാറുന്നു ഞാൻ ഇതുവരെ കരുതിയില്ല. അച്ഛപ്പത് കണ്ടു എന്ന് പറഞ്ഞോണ്ട് എനിക്കിപ്പോ കൂടുതൽ ടെൻഷനായിരിക്കുന്നേ. അതൊന്നും ആലോചിച്ച് നോക്ക അച്ഛാ. ഇവിടെ എവിടെയെങ്കിലും കിട്ടുന്നത് അച്ഛന് ഓർമ്മയുണ്ടാവും. അല്ല, എടാ, അങ്ങനെ ഇവിടെ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ കണ്ട തെരച്ചിൽ മുഴുവൻ നടത്തുമ്പോ കിട്ടണ്ടേടാ. ഇനി നോക്കാനായിട്ട് ഈ വീട്ടിലൊരു ഇഞ്ച് സ്ഥലം ബാക്കിയില്ല. അത്രയ്ക്ക് നോട്ടം നോക്കിയിട്ട് ഇരിക്കുക. ആ ചന്ദ്രബോസ് ആണെങ്കിൽ അവസരം മുതലെടുത്ത് ഇതിനകത്ത് പോലീസുകാരെ കൊണ്ട് അഴിഞ്ഞാടുമായിരുന്നു. പകയാണവന്. അതവന് അവസരം കിട്ടുമ്പോ ഒക്കെ വീട്ടുന്നുണ്ട്. പിന്നെ അയാൾ കഴിക്കാനുള്ള വടി നമ്മൾ ഇട്ടു കൊടുക്കുന്നുണ്ടല്ലോ. ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ സ്വർണ്ണം എവിടെയാണെന്ന് കണ്ടെത്തണം അമ്മേ. കണ്ടുപിടിക്കണം, എവിടെയാണെങ്കിലും കണ്ടുപിടിക്കണം. ആ കുട്ടിയുടെ ശാപം ഇനി ഒരിക്കൽ കൂടി നമ്മുടെ തലയിൽ വന്ന് വീഴരുത്. എന്ത് രീതിയിലാണെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ ഒക്കൂ. എനിക്കൊന്നും അറിയില്ല. ഞാൻ ഒന്നുകൂടി പോയി നോക്കട്ടെ. എന്നാലും ആ സ്വർണം അതെവിടെയായിരിക്കും ഇരിക്കുന്നത്? ഈ വീട്ടിലുണ്ടോ? സത്യാമ്മേ, നൂർജഹാന്റെ വീട് വരെ ഒന്ന് പോകേണ്ടി വരും. 1-2 ഓർഡറിന്റെ നമ്പര് നൂറിനോട് നേരിട്ട് ചോദിക്കാൻ നിവൃത്തിയുള്ളൂ. ആ, പോകാതെ പറ്റില്ലല്ലോ. അത് ഇന്ന് തന്നെ കൊടുക്കേണ്ട ഓർഡർ അല്ലേ? അതെ. തെരച്ചിലൊക്കെ പിന്നെ ആവാം. എടാ, നീ ഇപ്പൊ ഞങ്ങളെന്നും നൂറിന്റെ വീട്ടിലേക്ക് ആക്ക്. കാലിട്ടും വയ്യാഞ്ഞിട്ടാടാ. എന്റെ അമ്മ, ഞാൻ ഇനി എങ്ങനെയാ അവിടെ? എടാ വിഷ്ണു, നീ പുറത്ത് നിന്നാ മതി. ഞങ്ങൾ അകത്ത് കയറി കണ്ടിട്ട് വരാം.